പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അംശബന്ധ അനുപാതം എന്ന ടോപ്പിക്കിനകത്തിലെ റെയിൽവേയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ സീരീസാണിത്. ഇതിനകത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഗ്രേറ്റസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ 2:3 ആൻഡ് 4:5. ഇവിടെ രണ്ട് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. 2:3 എന്നും 4:5 എന്നും രണ്ട് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് റേഷ്യോ തമ്മിൽ നോക്കുമ്പം ഏതാണ് ഗ്രേറ്റസ്റ്റ് റേഷ്യോ, ഏതാണ് വലിയ റേഷ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ ഫ്രാക്ഷൻ പഠിച്ച സമയത്ത് അതിനകത്തിലെ കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ പഠിച്ചായിരുന്നു അല്ലേ. കുറേ ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ ചെറുതേത് വലുതേത് എന്ന് കണ്ടുപിടിക്കാൻ കുറേ വഴികൾ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കമ്പാരിസൺ ഓഫ് റേഷ്യോസ്. രണ്ട് റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിനെ കമ്പയർ ചെയ്തിട്ട് വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനകത്തിലും പഠിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് രണ്ട് റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിൽ ചെറുതേത് വലുതേത് എന്നെങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഇതേ രണ്ട് റേഷ്യോ തരുന്നു. A:B എന്നും C:D രണ്ട് റേഷ്യോ തരുന്നു. ഈ രണ്ട് റേഷ്യോയിനകത്ത് വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ റേഷ്യോയെ ആദ്യം ഫ്രാക്ഷൻ രൂപത്തിലേക്ക് എഴുതുക. A:B ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ A/B എന്ന് എഴുതും. C:D ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുമ്പോൾ C/D എന്ന് എഴുതും അല്ലേ. അതിനുശേഷം ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. AD എന്നും BC എന്നും ഗുണിച്ച് നോക്കുക. ADയും BC ആയിട്ട് ഗുണിച്ച് നോക്കുക. AD ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, BC ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. എന്നിട്ട് നോക്കുക ഈ ADയെയും BCയെയും കമ്പാരിസൺ ചെയ്യുക. ഇതിലേതാണോ വലുത് എന്ന് നോക്കുക. അപ്പോൾ ഉദാഹരണം പറയാണ്, ADയേക്കാൾ വലുതാണ് BC എന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ADയേക്കാൾ വലിയൊരു സംഖ്യയാണ് BCയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, AD ലെസ് ദാൻ BC എന്ന് വെച്ചാൽ ADയേക്കാൾ വലുതാണ് BC അല്ലേ. ADയേക്കാൾ വലുതാണ് BC എന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് സൈനാണോ ഉപയോഗിക്കുന്നത് അതേ സൈൻ നമ്മുടെ റേഷ്യോയിൽ ഇട്ട് കൊടുക്കുക. അതിനർത്ഥം A:B വലിയ റേഷ്യോ ആണ് C:D. മനസ്സിലായോ? ഇത് എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എന്താ, AD ലെസ് ദാൻ BC. അതിനർത്ഥം എന്താ, ADയേക്കാൾ വലുതാണ് BC, അല്ലെങ്കിൽ നമുക്ക് പറയാം BCയേക്കാൾ ചെറുതാണ് AD. ഇവിടെ ഏത് സൈനാണോ കിട്ടുന്നത് ആ സൈൻ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക, നമ്മുടെ റേഷ്യോയുടെ ഇടയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പറയാം A:B ലെസ് ദാൻ C:D. ഇനി നമ്മൾ ചെയ്യുമ്പോൾ AD ഗുണിച്ചു BC ഗുണിച്ചു അല്ലേ. ADയും BCയും ഗുണിച്ച് കിട്ടുന്ന ആൻസർ AD ആണ് ഇവിടെ വലുതായിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കിത് ഇങ്ങനെ കൊടുക്കാം അല്ലേ, AD ഗ്രേറ്റർ ദാൻ BC. AD എന്ന് പറയുന്നത് BCയേക്കാൾ വലുതാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ റേഷ്യോ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം, A:B ഗ്രേറ്റർ ദാൻ C:D. അപ്പോൾ ഇവിടെ ഏത് സൈനാണോ കിട്ടുന്നത് അതേ സൈൻ എന്ത് ചെയ്യുക, നമ്മുടെ റേഷ്യോകൾക്കിടയിൽ ഇട്ട് കൊടുക്കുക. ഇതിനർത്ഥം എന്താ, A:B ആരേക്കാൾ വലുതാണ്, C:Dയേക്കാൾ വലുതാണ് എന്നാണ് അർത്ഥം. ഇനി ADയും BCയും ഗുണിച്ചപ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വലായിട്ടാണ് കിട്ടുന്നതെങ്കിൽ AD = BC എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താ, നമ്മുടെ രണ്ട് റേഷ്യോ ഉണ്ടല്ലോ, A:B എന്നും C:D എന്നും പറഞ്ഞ രണ്ട് റേഷ്യോ, ആ രണ്ട് റേഷ്യോ ഈക്വലാണ് എന്നാണ് അർത്ഥം. ഇതാണ് കമ്പാരിസൺ ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. രണ്ട് റേഷ്യോ എന്ന് കഴിഞ്ഞാൽ വലുതേത് ചെറുതേതെന്ന് കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്താ ചെയ്യേണ്ടത്, അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുക. അതിനുശേഷം ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. ഏത് ഭാഗമാണോ വലുത് ആ ഭാഗത്ത് കിടക്കുന്ന റേഷ്യോ ആയിരിക്കും വലിയ റേഷ്യോ. ഇനി ഇതിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, 2:3 4:5 അല്ലേ, രണ്ട് റേഷ്യോ നമ്മളെടുത്ത് എഴുതി. എന്നിട്ട് 2:3 നമുക്ക് എങ്ങനെ എഴുതാം, 2/3 എന്ന് എഴുതാം. 4:5 എങ്ങനെ എഴുതാം, 4/5 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 2 × 5 10 എന്ന് നമുക്ക് കിട്ടും. 3 × 4 12 എന്ന് കിട്ടും അല്ലേ. നോക്കിയാൽ 12നേക്കാൾ ചെറുതാണ് 10. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 10 ലെസ് ദാൻ 12. 10 എന്ന് പറയുന്നത് 12നേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സൈനാണോ കൊടുത്തത് അതേ സൈൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ അംശബന്ധങ്ങൾക്കിടയിൽ ഇട്ട് കൊടുക്കുക, റേഷ്യോസിൻ്റെ ഇടയിൽ കൊടുക്കുക. അതിനർത്ഥം എന്താ, 2:3 വലുതാണ് 4:5. ഇവിടെ ഗ്രേറ്റസ്റ്റ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വലിയ റേഷ്യോ 4:5 ആണ്. ഓപ്ഷൻ ബി. മനസ്സിലായോ? രണ്ട് റേഷ്യോ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യാൻ പഠിച്ചോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോ. 5:8 and 9:14. 5:8 and 9:14 എങ്ങനെ ചെയ്യും? 5:8 നമുക്ക് 5/8 എന്ന് എഴുതാം. 9:14 നമുക്ക് 9/14 എന്ന് എഴുതാം അല്ലേ. ഇതിന് ശേഷം എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും. 5 × 4 എന്നും
5x14 എന്നും 9x8 എന്നും ചെയ്യും അല്ലേ. നോക്കുക, 5x14 നമുക്ക് ആൻസർ കിട്ടും 70 എന്നും 9x8 72 എന്നും ആൻസർ കിട്ടും. നോക്കുക, അതിനകത്ത് 70 ആണോ വലുത് 72 ആണോ? 72. നമുക്ക് എഴുതാം 70 ലെസ് ദാൻ 72. ഇവിടെ ഏത് സൈനാണോ കിട്ടുന്നത് ആ സൈൻ തന്നെ നമ്മുടെ റേഷ്യോയ്ക്ക് ഇടയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും 5:8 ചെറിയ റേഷ്യോയും 9:14 വലിയ റേഷ്യോയുമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ദ ലീസ്റ്റ് റേഷ്യോ എമംഗ് 10:18, 7:21, 12:16, 8:20. നമ്മൾ തൊട്ട് മുമ്പുള്ള കണക്ക് എന്താ പറഞ്ഞത്? രണ്ട് റേഷ്യോസിനെ കമ്പയർ ചെയ്യാനാണ് പഠിച്ചത്. രണ്ട് റേഷ്യോസ് കമ്പയർ ചെയ്യാനാണ് പഠിച്ചത്. ഇവിടെ എത്ര റേഷ്യോ ഉണ്ട്? 4 റേഷ്യോ ഉണ്ടല്ലേ. ഇങ്ങനെ രണ്ടിൽ കൂടുതൽ റേഷ്യോ ആണ് നമുക്ക് തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ നോക്കിയാൽ 10:18 നമുക്ക് എഴുതാം 10/18. ഇനി 7/21 നമുക്ക് എഴുതാം 7/21. അടുത്ത 12:16 നമുക്ക് എഴുതാം 12/16. അടുത്ത 8:20 നമുക്ക് എഴുതാം 8/20. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന റേഷ്യോസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന റേഷ്യോസിനെ എല്ലാം നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി. നോക്കുക, ഈ ഫ്രാക്ഷൻ്റെ എല്ലാം സിമ്പിൾ രൂപം എടുത്തു നോക്കിയേ. 10ഉം 10/18 രണ്ടുപേരെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 18നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. അടുത്ത 7/21 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. 21നെ 7 കൊണ്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അടുത്ത 12ഉം 16ഉം നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുകളിൽ 3 എന്നും കിട്ടും. താഴെ 16ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? 4 എന്നും എഴുതാം. അടുത്ത 18/20 നമുക്ക് കോമൺ ആയിട്ട് 4 കൊണ്ട് ചെയ്യാം. മുകളിൽ 2 എന്ന് കിട്ടും. താഴെ 5 എന്ന് കിട്ടും കേട്ടോ. ഇതിനെല്ലാം സിമ്പിൾ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഒന്നിൽ കൂടെ ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ എഴുതിയതിന് ശേഷം അത് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ആൻസറിനകത്ത് ചെറുതേതാണോ അതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ. ആൻസറിനകത്ത് വലിയ നമ്പർ കിട്ടുവാണെങ്കിൽ വലുതേതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഇത് നമ്മൾ ഫ്രാക്ഷനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേ ടെക്നിക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. 5/9 5/9 ചെയ്ത് നോക്കിയേ. 5/9 നമുക്ക് ആൻസർ കിട്ടും. പോയിന്റ് ഇട്ട് കൊടുത്തു 5 45 കിട്ടും. വീണ്ടും 5 പോയിന്റ് കിടക്കുന്നുണ്ട് 0 ഇട്ട് കൊടുക്കാം. വീണ്ടും 5. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 5/9ൻ്റെ ആൻസർ എത്ര കിട്ടും? 0.555 എന്ന് കിട്ടും അല്ലേ. ഇനി 1/3യുടെ ആൻസർ നമുക്കറിയാം 0.333 ആണ്. 3/4 എന്ന് വെച്ചാൽ നമുക്കറിയാം 3/4 ഭാഗം അല്ലേ. 3/4 എന്നുള്ളതിന് 0.75. അടുത്ത 2/5 നോക്കാം. 2/5 പോയിന്റ് ഇട്ട് കൊടുത്തു 0.420. ഓക്കെ, ആൻസർ കിട്ടി 0.4 എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ 4 ആൻസർ കിട്ടിയിട്ടുണ്ട്. 0.55, 0.33, 0.75, 0.4. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 0.33 ആണ് ചെറിയ നമ്പർ. അതിനർത്ഥം ഏറ്റവും ചെറിയ റേഷ്യോ എന്ന് പറയുന്നത് 7:21 ആണ്. ഏറ്റവും വലിയ റേഷ്യോ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞേ? 0.75 ആണ് വലിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ വലിയ റേഷ്യോ എന്ന് പറയുന്നത് 12/16 ആണ്, അല്ലെങ്കിൽ 12:16 ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പം രണ്ട് റേഷ്യോ ആണ് കമ്പയർ ചെയ്യാൻ തരുന്നതെങ്കിൽ കഴിഞ്ഞ കണക്ക് ചെയ്യുന്ന പോലെ ചെയ്യുക. രണ്ടിൽ കൂടുതലുള്ള റേഷ്യോസ് ആണ് തരുന്നതെങ്കിൽ ഇതേപോലെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് എഴുതുക. എങ്ങനെയാണോ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുന്നത് അതേപോലെ കമ്പയർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കി, ഈ ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ മാർക്കുള്ളിടത്തെല്ലാം എക്സ് എന്ന് കൊടുത്തേ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 2:x ആൻഡ് x:32. രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. 2:x എന്നും x:32 എന്നും രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ഈ രണ്ട് റേഷ്യോ അനുപാതത്തിലാണ്. അതുകൊണ്ടാണ് നടുക്ക് ഈ സൈൻ കൊടുത്തേക്കുന്നത്. അനുപാതം മീൻസ് രണ്ട് റേഷ്യോ ഈക്വൽ ആണ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പം 2:x എന്ന് പറയുന്നതും x:32 എന്ന് പറയുന്ന രണ്ട് അംശബന്ധം തന്നിട്ടുണ്ട്. അത് അനുപാതത്തിലാണെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ കാണുക.
എങ്ങനെ എഴുതാം? 2:x നമുക്ക് 2/x എന്ന് എഴുതാം. x:32 നമുക്ക് x/32 എന്ന് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യും? രണ്ട് ഫ്രാക്ഷൻ എപ്പോഴാണോ ഈക്വൽ ടു തരുവാണെങ്കിലും എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 2 × 32 ഈക്വൽ ടു x × x സ്ക്വയർ. ഇനി 2 × 32 എത്ര കിട്ടും? 64 എന്ന് കിട്ടും അല്ലേ? 64 ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? √64 ഈക്വൽ ടു 8 എന്ന് കിട്ടും. മനസ്സിലായോ? സിമ്പിൾ കണക്കല്ലേ? ഓപ്ഷൻ ഡി 8. അടുത്ത കണക്കിലേക്ക് പോകാം. തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 10 ആൻഡ് 30. മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ തേർഡ് പ്രൊപ്പോർഷൻ എന്താണെന്ന് പഠിച്ചു, ഫോർത്ത് പ്രൊപ്പോർഷൻ എന്താണെന്ന് പഠിച്ചു, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും പഠിച്ചു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തേർഡ് പ്രൊപ്പോർഷൻ? തേർഡ് പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം. രണ്ട് റേഷ്യോ എടുക്കുന്നു. A:B ആൻഡ് B:C. രണ്ട് പ്രൊപ്പോർഷൻ എടുത്തു, രണ്ട് റേഷ്യോ എടുത്തു. ഇത് പ്രൊപ്പോർഷനാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്നതാണ് തേർഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, 3 റേഷ്യോസ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? അതിൽ മൂന്നാമത്തെ ആളായ സി ആണ് തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഈ സി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നോക്കി. A:B നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാം. B:C നമുക്ക് B/C എന്ന് എഴുതാം. ഇത് ഈക്വൽ ആണ് അല്ലേ? രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. ദെൻ A:C AC എന്നും B:B B² എന്നും വിളിക്കാം. ഇവിടെ നമുക്ക് തേർഡ് പ്രൊപ്പോർഷനായ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് C ഈക്വൽ ടു B²/A അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? B²/A. ഇവിടെ നോക്കി, ഏതാണ് എ ഏതാണ് ബി? ആദ്യം തരുന്ന ആളെ എ എന്നും രണ്ടാമത്തെ ആളെ ബി എന്നും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? C ഈക്വൽ ടു B²/A. B² എന്ന് വെച്ചാൽ ബിയുടെ സ്ഥാനത്ത് 30, 30യുടെ സ്ക്വയർ ഡിവൈഡ് ബൈ 10. 30യുടെ സ്ക്വയർ എത്ര? 900 അല്ലേ? 900 ഡിവൈഡ് ബൈ 10 ആൻസർ കിട്ടും 90. ഓക്കെ, ഓപ്ഷൻ സി. അപ്പം തേർഡ് പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. C ഈക്വൽ ടു B²/A. ഈ ഇക്വേഷൻ മറന്നുപോയാതെ ഇതേപോലെ ഇട്ട് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് ദ നമ്പർ 12, 16, 18. എന്താണ് ഫോർത്ത് പ്രൊപ്പോർഷൻ? നോക്കാം. രണ്ട് റേഷ്യോ എടുക്കുന്നു. A:B എന്നും C:D എന്നും രണ്ട് റേഷ്യോ എടുക്കുന്നു. ഇത് രണ്ടും അനുപാതത്തിലാണെങ്കിൽ നാലാമത്തെ ആളെയാണ് നമ്മൾ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. നാലാമത്തെ ആളെ ഡി ആണ് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. ആ ഡി കിട്ടാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും നോക്കി. A:B എനിക്ക് എഴുതാം A/B എന്ന് എഴുതാം. അതേപോലെ C:D എനിക്ക് എഴുതാം C/D എന്ന് എഴുതാം അല്ലേ? ഓക്കെ, രണ്ടും ഈക്വൽ ആണെങ്കിൽ അനുപാതത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. AD എന്നും BC എന്നും കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് D ഈക്വൽ ടു BC/A. ഇവിടെ ഗുണിച്ചിരിക്കുന്ന എ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഗുണിച്ചിരിക്കുന്ന എ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ D ഈക്വൽ ടു BC/A. ഇനി ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ കാണാൻ പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. ഇവിടെ നോക്കിയേ, A:B ഈ ഇക്വേഷൻ അതേപോലെ എഴുതുക. A:B ഈക്വൽ ടു C:D ഇട്ട് കൊടുക്കുക. വാല്യൂ ഇട്ട് കൊടുക്കുക. എക്ക് 12 എന്ന് ഇട്ട് കൊടുക്കുക. ബിക്ക് തൊട്ടടുത്ത ആളെ ഇട്ട് കൊടുക്കുക. ദെൻ സിക്ക് 18 ഇട്ട് കൊടുക്കുക. ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 12 ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ ഡി. 12D ഈക്വൽ ടു 18 ഇൻറ്റു 16. ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ഈക്വൽ ടു 18 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 12. ക്യാൻസൽ ചെയ്ത് നോക്കിയേ. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 3 എന്ന് കിട്ടും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും അല്ലേ? 4 ഇൻറ്റു 4 16. ഇനി ഈ 3നെയും 18നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. 6. ആൻസർ 6 ഇൻറ്റു 4 24 എന്ന് കിട്ടും. 6 ഇൻറ്റു 4 24 ആൻസർ കിട്ടും. അപ്പം തേർഡ് പ്രൊപ്പോർഷൻ കാണാനും ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാനും പഠിച്ചിരിക്കുക. ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ എങ്ങനെയാണ് അത് ഇക്വേഷൻ വന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If 182 is divided in the ratio 3:5:4:1, then the lowest part is. എന്താ ക്വസ്റ്റ്യൻ? 182നെ
നമുക്ക് ഡിവൈഡ് ചെയ്തു. 182 നമ്മൾ ഡിവൈഡ് ചെയ്തു 3:5:4:1 എന്ന അംശബന്ധത്തെ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ലോവസ്റ്റ് പാർട്ട് ഏതാണ്? നമ്മൾ റേഷ്യോയുടെ അംശബന്ധത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇവിടെ നോക്കിയേ 182 ഡിവൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ തന്നേക്കുന്ന അംശബന്ധം ഒന്ന് കൂട്ടിയേ. 3 + 5 + 4 + 1 എത്ര കിട്ടും? 13 കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിനെ വേറെ രീതിയിൽ നമുക്ക് പറയാം. 182 നമ്മൾ 13 പാർട്ടായിട്ട് കട്ട് ചെയ്തു. 182 13 ഭാഗങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തു. അതിൽ 3 ഭാഗം ആദ്യത്തെ അംശബന്ധം എന്ന് പറഞ്ഞാൽ ആ 13 ഭാഗങ്ങളിൽ 3 ഭാഗമാണ് ആദ്യത്തെ അംശബന്ധം. രണ്ടാമത്തെ അംശബന്ധം 13 ഭാഗത്തിൽ 5 ഭാഗമാണ്. അടുത്ത അംശബന്ധം 13 ഭാഗത്തിൽ 4 ഭാഗമാണ്. അടുത്ത അംശബന്ധം 13 ഭാഗത്തിൽ 1 ഭാഗം. കണ്ടോ, ഈ 182 നമ്മൾ 13 ആയിട്ട് കട്ട് ചെയ്തു. അതിൽ 2 ഭാഗം ആദ്യത്തെ അംശബന്ധം, അടുത്ത 5 ഭാഗം രണ്ടാമത്തെ അംശബന്ധം, അടുത്ത 4 ഭാഗം മൂന്നാമത്തെ അംശബന്ധം, ലാസ്റ്റ് വന്ന 1 ഭാഗം നാലാമത്തെ അംശബന്ധം. ഇതിലെ ലോവസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 13 കട്ട് ചെയ്തതിനകത്തിൽ 1 പാർട്ട്, അതാണ് ഏറ്റവും ചെറിയ ഭാഗം അല്ലേ. ഏറ്റവും ചെറിയ ഭാഗം എന്ന് വെച്ചാൽ 13 കട്ട് ചെയ്തതിനകത്തിൽ 1 പാർട്ടാണ് ഏറ്റവും ചെറിയ ഭാഗം. അത് എത്ര ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്ത് ചെയ്താൽ മതി? 182 × 1/30 കണ്ടോ, എത്ര കിട്ടും നമുക്ക്? ആൻസർ 14 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A:B എന്ന് പറയുന്നത് 3:2 ആണ്. B:C എന്ന് പറയുന്നത് 1/4:1/5 ആണ്. C:D എന്ന് പറയുന്നത് 1/2:3 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ A:D എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ പറയാം അല്ലേ. A:B C D ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരാം A:B C D കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ A:B കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. A:B C D ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഇതേപോലെ എഴുതുക. അതിനുശേഷം A:B അവിടെ 3:2 എന്ന് കൊടുക്കുക. അടുത്ത അംശബന്ധം B:C ആണ്. B:C നേരെ 1/4 × 1/5 എന്ന് കൊടുക്കുക. 1/4:1/5 എന്ന് കൊടുക്കുക. അടുത്ത C:D ആണ് അല്ലേ. 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. അടുത്ത 1/2 എങ്ങനെ എഴുതാം? 3 × 2 6 6 + 1 7 7/2 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 3/2 7/2 എന്നെഴുതാം. അതിനുശേഷം വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കണം അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യണം? വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കണം. ദേ നോക്കിയേ, ഇവിടെ സിക്കും ഡിക്കും എന്തില്ല? ആളുകളില്ല. സിക്കും ഡിക്കും ആളുകളില്ല. ഇവിടെ ആണെങ്കിലോ ഡിയുടെ ഭാഗത്ത് ആളില്ല, എയുടെ ഭാഗത്ത് ആളില്ല. അടുത്ത വരിയിലോ എയുടെ ഭാഗത്ത് ആളില്ല, ബിയുടെ ഭാഗത്തും ആളില്ല. അപ്പോൾ വിട്ടുപോയ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പൂരിപ്പിക്കുക. എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത്? തൊട്ടടുത്തുള്ള നമ്പേഴ്സിനെ ഇട്ട് കൊടുക്കും. ഇവിടെ അടുത്തുള്ള ഫസ്റ്റ് വരിയിൽ അടുത്തുള്ള ആരാ? 2 ആണ്. അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും 2 ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 1/4 ആണ് അടുത്ത്, അതുകൊണ്ട് 1/4 ഇട്ട് കൊടുത്തു. ഇപ്പുറത്തോ 1/5 ആണ് അടുത്ത്, 1/5 ഇട്ട് കൊടുത്തു. ദേ ഇവിടെ 3/2 ആണ് അടുത്ത്, അതുകൊണ്ട് 3/2 ഇട്ട് കൊടുത്തു. ഇവിടെയും 3/2 ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം ഇങ്ങനെ നേരെ നേരെ ഗുണിച്ച് താഴേക്ക് എഴുതുക. 3 × 1/4 × 3/2 3 × 1/4 × 3/2 എത്ര കിട്ടും ആൻസർ? നമുക്കറിയാം ആൻസർ 9/8 എന്ന് കിട്ടും. 9/8 എന്ന് ആൻസർ കിട്ടും. ഈസ് ടു 2 × 1/4 × 3/2 ആൻസർ എത്ര കിട്ടും? 6/8 എന്ന് കിട്ടും. ആൻസർ 6/8 ഈസ് ടു അടുത്ത 2 × 1/5 × 3/2 ആൻസർ കിട്ടും 6/10 എന്ന് കിട്ടും. അടുത്ത ലാസ്റ്റ് 2 × 1/5 × 7/2
ആൻസർ എത്ര കിട്ടും? 14/10 എന്ന് കിട്ടും. 14/10 കിട്ടും. ഓക്കെ, A:B:C:D ആൻസർ കിട്ടി. 9/8 6/10 എന്ന ആൻസർ കിട്ടി. നമുക്കിവിടെ കാണേണ്ടത് ആരെയാ? ഇതാണ് A:B:C:D കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് A:D മാത്രമാണ് കാണേണ്ടതെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? A:B എടുത്തെഴുതുക. A:B 3:2 അല്ലേ? അടുത്ത B:C എടുത്തെഴുതുക. B:C എടുത്തെഴുതുക 1/4 × 1/4 1/5. അടുത്ത C:D എടുത്തെഴുതുക. C:D = 3/2 7/2. ഇവിടെ നോക്കിയേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? A:D ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ക്വസ്റ്റ്യൻ A:D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ഗുണിച്ച് താഴേക്ക് എഴുതണം. അത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ അല്ലേ? A:D മാത്രമാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അംശബന്ധമല്ല എഴുതിയിട്ട് നേരെ ഗുണിച്ച് താഴേക്ക് അങ്ങ് എഴുതിയാൽ മതി. നേരെ ഗുണിച്ച് എഴുതുകയെന്ന് വെച്ചാൽ 3 × 1/4 × 3/2 3 × 1/4 × 3/2 ഗുണിച്ച് നോക്കിയേ, എത്ര കിട്ടും? 9/8 എന്ന് കിട്ടും അല്ലേ? അപ്പം ഫസ്റ്റ് ഫ്രാക്ഷൻ 9/8 എന്ന് കിട്ടി. ഫസ്റ്റ് ഫ്രാക്ഷൻ 9/8 അടുത്ത നോക്കിയേ 2 × 1/5 × 7/2 2 × 1/5 × 7/2 എത്ര കിട്ടും? 2 ക്യാൻസൽ ചെയ്യാം, 7/5 എന്ന് കിട്ടും അല്ലേ? ആൻസർ 7/5 അല്ലേ? ഇവിടെ നോക്കിയേ 9/8 നോക്കിയേ, എയുടെ ഭാഗത്ത് 9/8 അല്ലേ കിട്ടിയേ? സിയുടെ ഭാഗത്ത് 14/10. ഇതിനെ ഒന്ന് ലഘൂകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 7/5 എന്ന് കിട്ടത്തില്ലേ? അതല്ലേ ബിയുടെ ഭാഗത്ത് കിട്ടിയേ? ഡിയുടെ ഭാഗത്ത് കിട്ടിയേ? മനസ്സിലായോ? A:D കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കൂട്ടത്തിൽ A:B:C:D കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായല്ലോ. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഡിസ്കസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 1/5 = 1/x = 1/x 1/1.25. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്കറിയാം A:B എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? A/B എന്നാണ് എഴുതുന്നത് അല്ലേ? അപ്പം 1/5 = 1/x നമുക്ക് എങ്ങനെ എഴുതാം? 1/5 / 1/x എന്ന് എഴുതാം അല്ലേ? 1/5 / 1/x എന്ന് എഴുതാം. അതേപോലെ അപ്പുറത്തെ ഭാഗത്തെയും 1/x 1/1.25 നമുക്ക് എങ്ങനെ എഴുതാം? 1/x / 1/1.25 എന്ന് എഴുതാം അല്ലേ? ഇവിടെ നോക്കിയ രണ്ട് ഫ്രാക്ഷൻസ് എന്തിലാണ് തന്നിരിക്കുന്നത്? ഡിവൈഡ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. 1/5 1/x ഡിവൈഡ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യാൻ തരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1/5 / 1/x 1/5 / 1/x എങ്ങനെ 1/5 1/x കൂടെ ഡിവൈഡ് ചെയ്യുന്നത്? ആദ്യത്തെ നമ്മൾ ഫ്രാക്ഷനകത്ത് പഠിച്ചതാ. ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതി ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷനായി 1/x തിരിച്ചിടുന്നു x/5 അല്ല x/1. 1/x എന്ത് ചെയ്യുന്നു? തിരിച്ചിടുന്നു x/1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതാം x/5 എന്ന് കിട്ടി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇനി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ ഭാഗം ഒന്ന് നോക്കിയേ. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ ഭാഗം 1/x ഡിവൈഡഡ് ബൈ 1.25 ഇതല്ലേ? 1.25. ഇവിടെ എന്താ രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ തന്നേക്കോ. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതി ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷനായി രണ്ടാമത്തെ ഫ്രാക്ഷനെ നമ്മൾ തിരിച്ചിടുന്നു 1.25 ഡിവൈഡഡ് ബൈ 1 എന്നായി അല്ലേ? എന്ത് കിട്ടും അന്നേരം? 1.25 ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നോക്കി രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ഇട്ട് തന്നു. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. x × x x². x² = 5 × 1.25. 5 × 1.25 നമുക്ക് കിട്ടും 6.25 എന്ന് കിട്ടും. ഇവിടെ x² = 6.25 ആണെങ്കിൽ x = എന്ത് കിട്ടും? √6.25. √6.25 ആൻസർ എത്ര കിട്ടും?
2.5 എന്ന് കിട്ടും. 2.5 മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A/B = 2/3 ആണ്. A/B = 2/3 ആണ്. B/C = 4/5 ആണ്. B/C = 4/5 ആണ് എങ്കിൽ A+B = B+C എന്ത്? A+B B+C എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, A/Bയെ നമുക്ക് എങ്ങനെ എഴുതാം? സാധാരണ രീതി നമ്മൾ തിരിച്ചാണ് പറയുന്നത്. A/Bയെ നമുക്ക് A/B എന്ന് എഴുതാമെന്നാണ് നമ്മൾ പറയുന്നത്. തിരിച്ചു പറഞ്ഞു നോക്കിയേ, A/Bയെ നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്ന അംശബന്ധത്തിൽ എഴുതാം. A/B എന്ന അംശബന്ധത്തിൽ എഴുതാം. അപ്പോൾ A/B എന്ന് എഴുതുന്നു. A/B = 2:3 അല്ലേ? 2:3 എന്ന് എഴുതാം. അതേപോലെ B/Cയെയും നമുക്ക് എങ്ങനെ എഴുതാം? B/Cയെ നമുക്ക് എഴുതാം B/C. അതിനെ എങ്ങനെ എഴുതാം? 4:5. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? A+B = B+C. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കാണണം, ബിയുടെ വാല്യൂ കാണണം, സിയുടെ വാല്യൂ കാണണം അല്ലേ? 3 പേരുടെയും വാല്യൂ കാണണം. എന്ത് ചെയ്യാം? ഓക്കെ, നമുക്ക് ഈ രണ്ട് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം A/B/C എങ്ങനെ കണ്ടുപിടിക്കാം? A/B/C എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കാം. A/B/C. ആദ്യം നമ്മൾ A/B/C കണ്ടുപിടിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? A/B എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പോൾ ഞാനിവിടെ 2:3 എന്ന് കൊടുത്തു. അടുത്ത B/3 എന്ന് വെച്ചാൽ 4:5 ആണ്. B/C 4:5 എന്ന് എഴുതി. കണ്ടോ? ഇനി ഇവിടെ മിസ്സിങ് ഉള്ള പാർട്ടുണ്ടല്ലേ? സിയുടെ ഇവിടെ മിസ്സിങ് ആണ്. അതേപോലെ ഇവിടെ എയുടെ ഭാഗത്തും മിസ്സിങ് ആണ്. മിസ്സിങ് ആണെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത ആളെ ഇട്ട് കൊടുക്കുക. ഇവിടെ 3 ഇട്ട് കൊടുത്തു. ഇവിടെ ആണെങ്കിലോ 4 ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഗുണിച്ച് താഴേക്ക് എഴുതുക. 2 × 4 8. 8 3 × 4 12 5 × 3 15. അപ്പോൾ നമ്മുടെ ആൻസർ 8:12:15 എന്ന് കിട്ടിയല്ലേ? A/B/3C നമുക്ക് എങ്ങനെ എഴുതാം? 8:12:15. ഞാനത് എടുത്ത് എഴുതുകയാണ്. A/B/C എനിക്ക് എങ്ങനെ എഴുതാം? 8:12:15. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു 3 ഫ്രാക്ഷൻസ് 3 റേഷ്യോസ് തരികയാണെങ്കിൽ 3 2 റേഷ്യോസ് തരികയാണെങ്കിൽ അതിൽ ഓരോ വാല്യൂവിനെ എടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, എയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 8x എന്ന് വിളിക്കാം. എയെ എന്തെന്ന് വിളിക്കാം? 8x എന്ന് വിളിക്കാം. എ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 12x. അതേപോലെ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15x ആയിരിക്കും. ഈ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ റേഷ്യോ വരണമെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഫോമിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു പൊതു ഗുണിതം, ഒരു പൊതു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് വന്ന ആൻസർ ആയിരിക്കും ഈ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ? അപ്പം യഥാർത്ഥ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ റേഷ്യോയെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴായിരിക്കും നമുക്ക് യഥാർത്ഥ നമ്പേഴ്സ് കിട്ടുന്നത്. ആ ഗുണിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ എക്സാക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ A/B/C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:12:15 വരും. കാരണം A എന്ന് പറയുന്നത് 8x ആയിരിക്കും, B എന്ന് പറയുന്നത് 12x ആയിരിക്കും, C എന്ന് പറയുന്നത് 15x ആയിരിക്കും. നമുക്ക് കാണേണ്ടത് A+B = B+C ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്കതിനെ വേറൊരു രീതിയിൽ എഴുതാം. A/Bയെ A/B എന്ന് എഴുതിയതുപോലെ A+B എന്നുള്ളതിന് B+C, A+B / B+C എന്ന് എഴുതാമല്ലോ. ഇനി എയുടെ വാല്യൂ എത്ര? എയുടെ വാല്യൂ 8x പ്ലസ് ബിയുടെ വാല്യൂ എത്ര? 12x ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ 12x പ്ലസ് സിയുടെ വാല്യൂ 15x. കൂട്ടി നോക്കിയേ, 8 12 20x ഡിവൈഡ് ബൈ 12 പ്ലസ് 15 27x. മേളിലും താഴെയും എക്സ് ഉണ്ട്, ക്യാൻസലായി. ദെൻ 20 ഡിവൈഡ് ബൈ 27 എന്നുള്ളതാണ് ആൻസർ. 20 ഡിവൈഡ് ബൈ 27 അതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A/B = 3/4 ആണ്. B/C = 5/6 ആണ്. C/D = 7/8 ആണെങ്കിൽ A/B/C/D എന്ത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
എന്താ എ ബൈ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? A:B എന്ന് എഴുതാം അല്ലെ. A:B എന്ന് പറയുന്നത് 3:4 ആണ്. അടുത്ത B/Cയെ നമുക്ക് എങ്ങനെ എഴുതാം? B:C എന്ന് പറയുന്നത് 5/6 ആണ് അല്ല 5:6 ആണ്. അടുത്ത C/D എങ്ങനെ എഴുതാം? C:D എന്ന് പറയുന്നത് 7:8 ആണ്. 7:8 ആണ്. എങ്ങനെയാണെങ്കിൽ A:B:C:D എന്താ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ? A:B:C:D ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതിയിട്ടൊരു വരയൊക്കെ ഇട്ട് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? A:B 3:4 ആണ്. അപ്പോൾ A:Bക്ക് നേരെ താഴോട്ട് നമ്മൾ എഴുതും 3:4. അടുത്ത B:C എന്ന് പറഞ്ഞാൽ 5:6 ആണ്. തൊട്ടടുത്ത വരിയിലായിട്ട് നമ്മൾ എഴുതും ബിയുടെ നേരെ 5 എഴുതും, സിയുടെ നേരെ 6 എഴുതും. അടുത്തത് C:Dയെ 7:8 എന്ന് പറയും. അപ്പം തൊട്ടടുത്ത വരിയിലായിട്ട് സിയുടെ ഭാഗത്ത് 7 എന്നും ഡിയുടെ ഭാഗത്ത് 8 എന്നും എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ദേ ഇവിടെ ഫില്ല് ആക്കാനുള്ള ഭാഗങ്ങളുണ്ടല്ലോ. ഇവിടെ സിക്കും ഡിക്കും ടേം ഇല്ല. അതേപോലെ അതേ രണ്ടാമത്തെ വരിയിൽ എക്ക് ടേം ഇല്ല, ഡിക്ക് ടേം ഇല്ല. മൂന്നാമത്തെ വരിയിൽ ബിക്ക് ടേം ഇല്ല, അതേപോലെ എക്കും ടേം ഇല്ല. അപ്പോൾ ടേം ഇല്ലാത്തടത്തെല്ലാം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? ടേംസ് ഇട്ട് കൊടുക്കണം. നോക്കിയേ, ആദ്യത്തെ വരിയിൽ തൊട്ടടുത്തുള്ള നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ആ 4 രണ്ട് പേർക്ക് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ വരിയിൽ ഇവിടെ തൊട്ടടുത്തുള്ള നമ്പർ 5 ആണ്. ആ 5 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ 6. ദെൻ മൂന്നാമത്തെ വരിയിൽ ഇവിടെ 7 തൊട്ടടുത്തുള്ള നമ്പേഴ്സിനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? നേരെ ഗുണിച്ച് താഴേക്ക് എഴുതുക. 3 × 5 × 7 3 × 5 × 7 ആൻസർ കിട്ടും 105. അടുത്ത 4 × 5 × 7 4 × 5 × 7 ആൻസർ കിട്ടും 140. അടുത്തത് 4 × 6 × 7 ആൻസർ കിട്ടും 168. അടുത്ത 4 × 6 × 8 ആൻസർ കിട്ടും 192. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 105:140:168:192. എളുപ്പമുള്ള വഴിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മന്ത്ലി സാലറി ഓഫ് A, B, C are in the ratio 2:3:5. If C monthly salary is 1,200 more than that of A, then B's annual salary is. എന്താ പറഞ്ഞേക്കുന്നത്? 3 പേരുടെ മന്ത്ലി സാലറി മാസ വരുമാനം കൊടുത്തിട്ടുണ്ട്. 3 പേരായ എയുടെയും ബിയുടെയും സിയുടെയും മാസവരുമാനം കൊടുത്തിട്ടുണ്ട്. മാസവരുമാനത്തിൻ്റെ അംശബന്ധം കൊടുത്തിട്ടുണ്ട്. 2:3:5 ആണ്. ഇനി ഒരു പ്രത്യേകത പറയുന്നുണ്ട്. ഇഫ് സീസ് മന്ത്ലി സാലറി, സിയുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് എയുടെ മന്ത്ലി സാലറിയേക്കാൾ 1200 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ മന്ത്ലി സാലറി അല്ല ചോദിച്ചിരിക്കുന്നത്, ബിയുടെ ആനുവൽ സാലറി എത്രയാണ്? വാർഷിക വരുമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് മന്ത്ലി സാലറിയാണ്. മാസവരുമാനം തന്നു. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന ബിയുടെ വാർഷിക വരുമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വരുമാനത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2:3:5 അല്ലേ. ഇവരുടെ മാസവരുമാനങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട് 2:3:5 ആണ്. ഇതിൽ നിന്ന് നമുക്ക് പറയാം എയുടെ വരുമാനം എന്ന് പറയുന്നത് 2x ആണ്, ബിയുടെ വരുമാനം എന്ന് പറയുന്നത് 3x ആണ്, സിയുടെ വരുമാനം എന്ന് പറയുന്നത് 5x ആണ് അല്ലേ. ഈ അംശബന്ധത്തിൽ നിന്ന് നമുക്ക് പറയാം എയുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 2x ആണ്, ബിയുടെ മന്ത്ലി സാലറി 3x ആണ്, സിയുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 5x ആണ്. ഇനി അടുത്ത വരിയിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? സിയുടെ മന്ത്ലി സാലറി എന്ന് വെച്ചാൽ സിയുടെ മന്ത്ലി സാലറി ഏതാ? 5x. ആ സിയുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്രയേക്കാൾ കൂടുതലാണ്? എയേക്കാൾ 1200 കൂടുതലാണ്. എയുടെ സാലറി എത്ര? 2x ആണ്. അപ്പം 2xനേക്കാൾ 1200 രൂപ കൂടുതലാണ് അല്ലേ. രണ്ടാമത്തെ വരിയിൽ ഇതല്ലേ പറഞ്ഞേക്കുന്നത്? സിയുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് എയുടെ മന്ത്ലി സാലറിയേക്കാൾ 1200 രൂപ കൂടുതലാണ്. നമ്മളിത് എഴുതി.
അല്ലേ, ഈ വരി എഴുതി. അതിനുശേഷം നോക്കുക, ഇവിടെ എക്സിൻ്റെ ടേം എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇവിടെയുള്ള 2x ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് -2x ആവും. 5x - 2x = 1200. 5xൽ നിന്നും 2x പോയി കഴിഞ്ഞാൽ 3x = 1200 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. x = 1200 ഡിവൈഡഡ് ബൈ 3. 1200 ഡിവൈഡ് ബൈ 3. ആൻസർ എത്ര കിട്ടും? 1200 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 400 എന്ന് കിട്ടും. ആൻസർ 400. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 400 ആണ്. എക്സിൻ്റെ വാല്യൂ 400. ഇനി എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബിയുടെ ആനുവൽ സാലറി എന്ത്? ഇവിടെ നോക്കിയാൽ ബിയുടെ മന്ത്ലി സാലറി എത്ര? 3x ആണ്. ബിയുടെ മന്ത്ലി സാലറി 3x ആണ്. ഒരു മാസത്തിൽ ബിക്ക് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട്? 3 × x. 3 × x എന്ന് വെച്ചാൽ ഇവിടെ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 × എക്സിൻ്റെ അവിടെ 400. എക്സിൻ്റെ അവിടെ 400 ഇട്ട് കൊടുക്കുന്നു. ആൻസർ എത്ര കിട്ടും? 1200. ആൻസർ 1200. ഇനി നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? മാസവരുമാനമാണ്. ബിയുടെ മാസവരുമാനമാണ് 1200 എങ്കിൽ വർഷവരുമാനം എത്രയാണ്? ആനുവൽ സാലറി എത്രയാണ്? വർഷത്തിലെ സാലറി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 12 മാസം കൂടി ഇരിക്കുമ്പോഴാണല്ലോ ഒരു വർഷം വരുന്നത്. അപ്പോൾ ഒരു വർഷത്തെ കണക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 1200 12 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 14400 എന്ന് കിട്ടും. 14400 ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആൻ എമൗണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് സുമൻ, അമൻ ആൻഡ് ഗഗൻ ഇൻ ദ റേഷ്യോ 3:7:11. If 24% of share of Suman is 1080, then the difference between the shares of Aman and Gagan is. എന്താ പറഞ്ഞേക്കുന്നത്? ആൻ എമൗണ്ട്, ഒരു എമൗണ്ട് അമനും സുമനും ഗഗനും കൂടെ, ഈ 3 പേരും കൂടെ ഒരു എമൗണ്ടിനെ വീതിച്ചെടുത്തു. ഏത് റേഷ്യോയിൽ? 3:7:11 എന്ന റേഷ്യോയിൽ. 3:7:11 എന്ന റേഷ്യോയിൽ ഒരു എമൗണ്ടിനെ വീതിച്ചെടുത്തു. ആ എമൗണ്ടിനെ വീതിച്ചെടുത്തപ്പോൾ 24 ഷെയർ ഓഫ് സുമൻ ഈസ് 1080. ഒരു എമൗണ്ടിനെ സുമനും അമനും ഗഗനും കൂടി 3:7:11 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തപ്പോൾ അതിലെ സുമൻ്റെ ഭാഗമുണ്ടല്ലോ, സുമൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ സുമൻ്റെ ഭാഗത്തിൻ്റെ 24% എന്ന് പറയുന്നത് 1080 ആണ്. സുമൻ്റെ ഭാഗത്തിൻ്റെ 24% 1080 ആണെങ്കിൽ then the difference between the share of അമൻ ആൻഡ് ഗഗൻ, അങ്ങനെയാണെങ്കിൽ അമൻ്റെയും ഗഗൻ്റെയും റേഷ്യോസ് തമ്മിലുള്ള വ്യത്യാസം എത്ര? അവരുടെ ഷെയർ തമ്മിലുള്ള വ്യത്യാസം എത്ര? നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നോക്കുക. ഇതിൽ നിന്നും സുമന് കിട്ടിയ ഷെയർ എത്രയായിരിക്കും? സുമന് കിട്ടിയത് 3x ആയിരിക്കും. സുമന് കിട്ടിയത് 3x ആയിരിക്കും. അമന് കിട്ടിയതോ 7x ആയിരിക്കും. അമന് കിട്ടിയ ഷെയർ എത്ര? 7x ആണ് അല്ലേ. അതേപോലെ ഗഗന് കിട്ടിയ ഷെയർ എത്ര? 11x ആണ്. ഗഗന് കിട്ടിയ ഷെയർ 11x ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സുമന് കിട്ടിയത് 3x ആണെങ്കിൽ അതിൻ്റെ 24% എന്ന് പറയുന്നത് 1080 ആണ്. ഈ 3xൻ്റെ 24% എന്ന് പറയുന്നത് 1080 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 3xൻ്റെ 24% 24/100. അപ്പം 3x ആണ് നമുക്ക് സുമന് കിട്ടിയ വരുമാനം അല്ലേ, അല്ല ഷെയർ എന്ന് പറയുന്നത് അല്ലേ. ആ ഷെയറിൻ്റെ 24% എന്ന് പറയുന്നത് 1080 ആണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 3x × 24 / 100 = 1080. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്നും നമുക്ക് 3x × 24 അല്ലേ, 3x × 24 എന്ന് കിട്ടും. ഈ 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100 അപ്പുറത്തേക്ക് പോകുമ്പം ഇൻറ്റു ആവും. 1080 × 100 എന്നാകും അല്ലേ. അടുത്ത വരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 3xൻ്റെ ടേം അവിടെ ഇടുന്നു. കൂടെ ഗുണിച്ചിരിക്കുന്ന ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഡിവൈഡ് ആക്കുന്നു. 24 1080 × 100. ഇനി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. x =
1080 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ കൂടുള്ള 3യും കൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു 3 ഇൻറ്റു 24 എന്ന് കിട്ടി. 3 ഇൻറ്റു 24 എന്ന് കിട്ടി. ഇതൊന്ന് ചെയ്തേ. എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും 1500. എക്സിൻ്റെ വാല്യൂ 1500 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1500. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ഓഫ് അമൻ ആൻഡ് ഗഗൻ. അമൻ്റെയും ഗഗൻ്റെയും ഷെയർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അമൻ്റെയും ഗഗൻ്റെയും ഷെയർ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അമൻ്റെ ഷെയർ എത്ര? 7x ആണ്. അതേപോലെ ഗഗൻ്റെ ഷെയർ എത്ര? 11x ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം 11x മൈനസ് 7x. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 4x എന്ന് കിട്ടും അല്ലേ. 11xും 7xും തമ്മിലുള്ള വ്യത്യാസം എത്ര? 4x. ഈ 4x ആണ് വ്യത്യാസം. അമ്മൻ്റെയും ഗഗൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4x. 4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്ര? 1500. 4 ഇൻറ്റു 1500 ആൻസർ എത്ര കിട്ടും? 6000 എന്ന് കിട്ടും. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? ഇവിടെ അമൻ്റെ ഷെയർ എന്ന് പറയുന്നത് 7x ആണ്. ഗഗൻ്റെ ഷെയർ എന്ന് പറയുന്നത് 11x ആണ്. അതിന് നമ്മളുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 7xും 11xും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4x ആണ് അല്ലേ. 4 ഇൻറ്റു ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 1500. 4 ഇൻറ്റു 1500 ആൻസർ കിട്ടും 6000. ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോകാം. ദ റേഷ്യോ ഓഫ് കോയിൻ ഓഫ് 150 പൈസ and 25 paisa is 4:5:6. If total cost of all coins is 64, then the number of coins of 25 paisa is. നമ്മളിത് അംശബന്ധം എന്ന ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ ഡിസ്കസ് ചെയ്ത കണക്കായിരുന്നു. ഇതിൻ്റെ ഒരു 2-3 മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, 2-3 കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ പറയാം. ഇത് നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ രൂപ, 1 രൂപ നാണയമുണ്ട്, 50 പൈസയുടെ നാണയമുണ്ട്, 25 പൈസയുടെ നാണയമുണ്ട്. ഈ നാണയങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം പറഞ്ഞിട്ടുണ്ട് 4:5:6 ആണ്. നമ്മുടെ കയ്യിൽ മൊത്തം 64 രൂപയുണ്ടെങ്കിൽ അതിൽ 25 പൈസയുടെ നാണയത്തിൻ്റെ അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര? 25 പൈസ നാണയമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? നമ്മുടെ 64 രൂപയുണ്ട്. 64 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 1 രൂപയുണ്ട്, 50 പൈസയുടെ ഉണ്ട്, 25 പൈസയുടെ നാണയമുണ്ട്. ഈ 1 രൂപ, 50 പൈസ, 25 പൈസ തമ്മിലുള്ള അംശബന്ധം, എണ്ണം തമ്മിലുള്ള അംശബന്ധം 4:5:6 ആണെങ്കിൽ 64 രൂപയ്ക്കകത്ത് എത്ര 25 പൈസ കോയിനുണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ ചെയ്തത്? ആദ്യമേ നമ്മൾ റുപ്പി അല്ലേ, അത് കഴിഞ്ഞ് പൈസ. ഏതൊക്കെ റുപ്പിയുണ്ട് ഇവിടെ? 1 രൂപ റുപ്പിയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? എണ്ണങ്ങളുടെ അംശബന്ധം എഴുതും. എണ്ണങ്ങളുടെ അംശബന്ധം 4:5:6 അല്ലേ. ഇത് എണ്ണങ്ങളുടെ അംശബന്ധമാണ് 4:5:6. എനിക്ക് 1 രൂപയുടെ 4 കോയിൻ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ കാണും? 4 രൂപ കാണും അല്ലേ. 1 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെങ്കിൽ? 4 കോയിൻ ഉണ്ടെങ്കിൽ എനിക്ക് 4 രൂപ കാണും. എനിക്ക് 50 പൈസയുടെ 5 കോയിൻ ഉണ്ടെങ്കിൽ എനിക്ക് 2.5 രൂപ കാണും അല്ലേ. 50 പൈസയുടെ 5 കോയിൻ ഉണ്ടെങ്കിൽ 2.5 രൂപ കാണും. അതേപോലെ 25 പൈസയുടെ 6 കോയിൻ ഉണ്ടെങ്കിൽ എനിക്ക് 1.5 രൂപ കാണും അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? 1 രൂപയുടെ 4 തുട്ടുണ്ടെങ്കിൽ എനിക്ക് 4 രൂപ കാണും. 50 പൈസയുടെ 5 തുട്ടുണ്ടെങ്കിൽ 2.5 രൂപ കാണും. 25 പൈസയുടെ 6 തുട്ടുണ്ടെങ്കിൽ 1.5 രൂപ കാണും. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഈ അംശബന്ധം എന്ന് പറയുന്നത് രൂപയുടെ അംശബന്ധമാണ്. ഇതാണ് രൂപയുടെ അംശബന്ധം. ഇതിനർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം 4 പ്ലസ് 2.5 രൂപ പ്ലസ് 1.5 രൂപ, 8 രൂപ എടുത്തു കഴിഞ്ഞാൽ മൊത്തം 8 അല്ലേ. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 8 രൂപ. നമ്മൾ 8 രൂപ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 രൂപയുടെ 1 രൂപ കോയിൻ കാണും. 2 രൂപ 50 പൈസയുടെ 50 പൈസ കോയിൻ കാണും. 1 രൂപ 50 പൈസയുടെ 25 പൈസ കോയിൻ കാണും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എന്താ പറഞ്ഞേക്കുന്നത്? 8 രൂപ എടുത്തു കഴിഞ്ഞാൽ ആ 8 രൂപയിൽ 4 രൂപ എന്ന് പറയുന്നത് 1 രൂപ കോയിൻ ആയിരിക്കും. അടുത്ത 8 രൂപയിൽ 2.5 രൂപ എന്ന് പറയുന്നത് 50 പൈസ കോയിൻ ആയിരിക്കും. അടുത്ത 8 രൂപയിൽ
1.5 രൂപ എന്ന് പറയുന്നത് 1.5 രൂപ എന്ന് പറയുന്നത് 25 പൈസ തുട്ടായിരിക്കും അല്ലേ. നമുക്ക് എന്തിൻ്റെ കോയിൻ നമ്പറാണ് കാണേണ്ടത്? 25 പൈസയുടെയാണ് കാണേണ്ടത്. എത്ര രൂപയിൽ? 64 രൂപയിൽ 25 പൈസയുടെയാണ് കാണേണ്ടത് അല്ലേ. ഓക്കെ, 8 രൂപ എടുക്കുമ്പോൾ അതിനകത്ത് 1.5 രൂപയ്ക്ക് 25 പൈസ കോയിൻ ഉണ്ടെങ്കിൽ അതിൽ എത്ര കോയിൻ കാണും? 8 രൂപ എടുക്കുമ്പോൾ എത്ര കോയിൻ കാണും? 6 കോയിൻ കാണും അല്ലേ. 8 രൂപ എടുക്കുമ്പോൾ എത്ര കോയിൻ കാണും? 6 കോയിൻ കാണും. അതല്ലേ ഇതിൻ്റെ അർത്ഥം അല്ലേ. 8 രൂപ എടുക്കുമ്പോൾ 1.5 രൂപ 25 പൈസ തുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? 8 രൂപ എടുക്കുമ്പോൾ അതിൽ എത്ര കോയിൻ കാണും? 6 25 പൈസ കോയിൻ കാണും. അങ്ങനെയാണെങ്കിൽ 64 രൂപ എടുക്കുമ്പോൾ എത്ര കോയിൻ കാണുമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 6/8 64 കൊണ്ട് ഗുണിക്കുക. 6/8 64 കൊണ്ട് ഗുണിക്കുക. 6/8 64 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ ചെയ്യാം? 8ഉം 64 കൂടെ ക്യാൻസൽ ചെയ്യാം. 8 6 8 48 അല്ലേ. അപ്പം 48 കോയിൻ കാണും. 25 പൈസയുടെ 48 കോയിൻ എന്ത് ചെയ്യും? ഇതിനകത്ത് കാണും. 64 രൂപയ്ക്കകത്ത് കാണും. മനസ്സിലായല്ലോ? ഓക്കെ.